പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ഇയർ അഞ്ചാമത്തെ ചാപ്റ്റർ ഫോക്കസ് പോയിൻ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പോർഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാൻ, ഫുൾ മാർക്ക് മേടിക്കാൻ ഇത് മാത്രം പഠിച്ചാൽ സഹായകരമാകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വിവരങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും മലയാളത്തിലുള്ള നോട്ട്സും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടെ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പോകാം. വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഇതാണ് നിങ്ങളുടെ അഞ്ചാമത്തെ ചാപ്റ്റർ. ഇത് ഫോക്കസ് പോയിൻ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതിനകത്ത് ലിസ്റ്റാണ് ആദ്യം പറയുന്നത്. ലിസ്റ്റ്, നമുക്കതിലേക്ക് പോകാം. സോ ലിസ്റ്റ് ഇൻ HTML, ഇതാണ് ആദ്യത്തെ ഫോക്കസ് പോയിൻറ്റിലെ പോർഷൻ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ ചിലപ്പോൾ 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ട് കാണാം. ചിലപ്പോൾ ചില ബുള്ളറ്റുകൾ കൊടുത്തുകൊണ്ട് കാണാം. ചിലപ്പോൾ മറ്റു ചില സിമ്പിളുകൾ കൊടുത്തുകൊണ്ട് സെൻറ്റൻസുകളൊക്കെ എഴുതുന്നത് കാണാം. ഇപ്പോൾ ഇതിനെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ലിസ്റ്റാണ് HTML ഉള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. 3. അപ്പോൾ അത് ആദ്യം ഓർത്തിരിക്കുക. ദർ ആർ 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഇൻ HTML: അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. അൺഓർഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് പ്രത്യേകമായിട്ടുള്ള ഓർഡറുകളൊന്നുമില്ല. 1, 2, 3 എന്നുള്ള ഓർഡേഴ്സ് ഇല്ല. അത് എന്തെങ്കിലും സിമ്പലുകൾ ഇടത്ത് സൈഡിൽ കൊടുക്കുന്നു, റൈറ്റ് സൈഡിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൺഓർഡർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റഡ് ലിസ്റ്റ് ഡിസ്പ്ലേ എ ബുള്ളറ്റ് ഓൺ ഗ്രാഫിക് ഇൻ ഫ്രണ്ട് ഓഫ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ UL ആൻഡ് /UL ടാഗാണ് ഉപയോഗിക്കുന്നത്. ഓർക്കുക, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വരികൾക്ക് ഇടതുവശത്ത് ബുള്ളറ്റ്സ് വരുന്നതാണ്, എന്തെങ്കിലും സിമ്പലുകൾ വരുന്ന ഒരു തരം ആണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് UL, അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഷോർട്ട് ഫോമായ UL. അത് കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നു, UL ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഓരോ ഐറ്റത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി LI. ഇതാ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. HTML ജനറൽ സ്ട്രക്ചർ നമുക്കറിയാം. HTML ഹെഡ്, ടൈറ്റിൽ, ഹെഡ് ക്ലോസ്, ബോഡി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അട്രിബ്യൂട്ട് ഈസ് ബോഡി. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്തുള്ളൊരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു. അൺഓർഡേർഡ് ലിസ്റ്റ്, കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UL, അൺഓർഡർഡ് ലിസ്റ്റ് ആണെന്നാണ് അറിയുന്നത്. അതിൽ ഒന്നാമത്തെ ഐറ്റം റാം, LI ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ഐറ്റം ഹാർഡ് ഡിസ്ക്, 3 മദർ ബോർഡ്, 4 പ്രോസസ്സർ. ഓക്കെ, അതിനപ്പോൾ അതിൻ്റെ UL ക്ലോസ് ചെയ്തു. ഒരു കണ്ടെയ്നർ ടാഗാണ് UL ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇതിലെ പ്രധാനപ്പെട്ട പോർഷൻ. അത് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ കാണാം. ഈ ഓരോന്നിൻ്റെ എഴുതുമ്പോൾ ഒരു ബുള്ളറ്റാണ് കാണുന്നത്. കറുത്തൊരു വട്ടം പോലെ കാണുന്ന സാധനമാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ടൈപ്പ് അട്രിബ്യൂട്ട് ഉണ്ട്. ഏത് തരം വേണമെന്നൊക്കെയുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതൊക്കെ പിന്നീട് നോക്കാം. ഇനി ഓർഡേർഡ് ലിസ്റ്റ് രണ്ടാമത്താണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റ് പ്രസൻറ്റ് ദ ഐറ്റം ഇൻ സം ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. ഒന്നുകിൽ 1, 2, 3 അല്ലെങ്കിൽ ABCD. ഈ ഒരു ഓർഡറിൽ വരുന്നതിനാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലിസ്റ്റാണ്. ഇതിനുള്ള ടാഗ് OL/OL. ഓരോ ഐറ്റത്തെ സൂചിപ്പിക്കാണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ LI ആൻഡ് /LI. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡിയുടെ കാര്യം പറയുന്നു. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു. നമുക്ക് പഠിക്കാനുള്ള OL ഇവിടെയാണുള്ളത്. OL രജിസ്റ്റേഴ്സ്, OL അതിൻ്റെ LI രജിസ്റ്റേഴ്സ്, LI ക്യാഷ്, LI റാം, LI ഹാർഡ് ഡിസ്ക്. OL ക്ലോസ് ചെയ്തു. അപ്പം ഇത് 1, 2, 3 എന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 1, 2, 3 ഡീഫോൾട്ടായിട്ട് നമ്പറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ABC എന്ന് പറയണം. ഒരു ടൈപ്പ് അട്രിബ്യൂട്ട് അതിൽ കൊടുത്താൽ മതി. ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യണം, ഒരു സ്റ്റാർട്ട് അട്രിബ്യൂട്ട് കൊടുത്താൽ മതി. ഇപ്പം ABC എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് അട്രിബ്യൂട്ട് അതിൽ കൊടുക്കുക. സ്മോൾ ലെറ്റർ ABC ഈ ഫോമിൽ 1, 2, 3 എന്ന് പറയണോ, സ്മോൾ ലെറ്റർ 1, 2, 3 എന്ന് പറയണോ നോക്കാം. ഇനി സ്റ്റാർട്ട് അട്രിബ്യൂട്ടിന് OL സ്റ്റാർട്ട് ഈക്വൽ ടു 5. ഇത് അങ്ങനെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. OL ടൈപ്പ് ഈക്വൽ ടു I. ഇതാ ഈ മോഡൽ സ്റ്റാർട്ട് ഈക്വൽ ടു 5. അപ്പോൾ 5 മുതൽ വരണം. എന്നിട്ട് ഓരോ ഐറ്റം എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് ഔട്ട്പുട്ട് വന്നേക്കുന്നുണ്ടോ, 5 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ടൈപ്പ് OLൻ്റെ ടൈപ്പ് ഏത് മോഡലാണ് വരേണ്ടത്, ഈ മോഡലാണ് വരേണ്ടത്. പക്ഷേ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ മതി അല്ലേ. അപ്പോൾ നമ്മൾ 5, 5 ഇതാണ് റോമൻ ലെറ്റേഴ്സ് 5 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ അതിനാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നിർവചനം. നമ്മളൊരു വാക്ക് എഴുതുന്നു, ആ വാക്കിൻ്റെ നിർവചനമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരണം. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്.
ഇതിനുപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് 3 ടാഗുണ്ട്. DL, DT, DD 3 ടാഗുണ്ട്. 3 കണ്ടെയ്നർ ടാഗാണ്. അപ്പം DL ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നു. DT ഡെഫിനിഷൻ ടേം, ഏത് ടേമിൻ്റെയാണോ നമുക്ക് കാണേണ്ടത്. DD എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നു. DL സ്പാം എന്ന് പറയുന്ന DT ഇതാണ് ടേം. DD എന്ന് പറയുന്നത് സ്പാമിൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നൂടെ ചേരുന്നതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതിൻ്റെ പറയുന്നത് അടുത്തത് ഡെഫിനിഷൻ DL ക്ലോസ് ചെയ്തതാ ഒരു ഡെഫിനിഷനായിട്ട് വരുന്നു. സ്പാം എന്ന് എഴുതിയിട്ട് നമുക്ക് ഒരു ഡെഫിനിഷൻ ഇപ്രകാരം നമുക്ക് പുസ്തകത്തിൽ അല്ലെങ്കിൽ സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരമുള്ള ചില ഡെഫിനിഷൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഒന്നാമത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ഈ ലിസ്റ്റുകൾ ഇത്രയായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എ ടാഗ് ആൻഡ് HREF അട്രിബ്യൂട്ട്. എ ടാഗ് എന്ന് പറഞ്ഞാൽ ലിങ്കിന് വേണ്ടിയുള്ളതാണ് എ ടാഗ് എന്ന് പറയുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെബ്സൈറ്റൊക്കെ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ചില വാക്കിൻ്റെ അടിയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് സിമ്പിൾ വരും. ഹാൻഡ് സിമ്പിൾ വരുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ആ വാക്കിന് മറ്റ് പേജുമായിട്ടോ മറ്റ് വെബ്സൈറ്റുമായിട്ടോ ലിങ്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ആ ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയും. ആങ്കർ ടാഗ്. സോ എ ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ലിങ്ക് ഇൻ ഹൈപ്പർലിങ്ക്. ഹൈപ്പർലിങ്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ്. The most important attribute of a tag is HREF, hypertext reference. അതെവിടെ നിന്നാണ് കാണിക്കുന്നത്? ഇതാ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നു. HREF ഈക്വൽസ് എങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത്? www.dhckerala.gov.in. ഏത് വാക്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഹയർ സെക്കൻഡറി. അപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു വാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടതെന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. HREF hypertext reference, the most important attribute of a tag. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് ആ ഫോക്കസ് പോയിന്റിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഡെഫിനിഷൻ ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഇൻറ്റേർണലും എക്സ്റ്റേണൽ ലിങ്കിങ് നമ്മളൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ അകത്തെന്നാണ് മീനിങ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തെന്നാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിനുള്ളിലെ പേജുകൾ തമ്മിലുള്ള ലിങ്കാണ്, ഒരു വെബ് പേജിനുള്ളിലെ പേജുകൾ തമ്മിലുള്ള ലിങ്കാണ് ഇൻറ്റേർണൽ ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് ദി സെയിം ഡോക്യുമെൻറ്റ് ആസ് ഇൻറ്റേർണൽ ലിങ്കിങ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ തന്നെ പല ഭാഗങ്ങൾ, ചിലപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരു പേജിൽ ഓപ്പൺ ചെയ്ത് വരത്തില്ല. കാരണം ഒരു വലിയ ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ താഴെയുള്ള ഭാഗം ഒരു ലിങ്കായിട്ട് കൊടുക്കും. മുകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ താഴെയുള്ള ഭാഗം കയറി ഇനി വരും. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടൻറ്റ് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഉപയോഗം. ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദി സെയിം ഡോക്യുമെൻറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ ലിങ്കിങ്. അതാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാവുന്നതാണ് ഇൻറ്റേർണൽ ലിങ്കിങ്. രണ്ടാമത്തെയാണ് എക്സ്റ്റേണൽ ലിങ്കിങ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നാണ്. ലിങ്ക് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. ഇൻറ്റേർണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഇനി ടേബിൾ ടാഗിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫോക്കസ് പോയിന്റിൽ അടുത്തുള്ളത് ടേബിൾ ടാഗാണ്. വാട്ട് ഈസ് എ ടേബിൾ? ടേബിൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡേറ്റയെ റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്ത് വെച്ചാൽ ദാറ്റ് ഇസ് എ ടേബിൾ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടേബിൾ. കണ്ടോ, ക്രിയേറ്റിംഗ് ടേബിൾ. ഇതാണ് ഒരു ടേബിൾ എന്ന്. തന്നിരിക്കുന്ന ഡേറ്റയെ റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്താൽ അതിനെന്ത് പറയും? ടേബിൾ എന്ന് പറയും. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 4 ടാഗ് ആവശ്യമുണ്ട്. ഒന്ന് ടേബിൾ എന്ന് പറയുന്ന ടാഗ് തന്നെ, 2 TH, TR, TD. TH ടേബിൾ ഹെഡിങ്, TR ടേബിൾ റോ, TD ടേബിൾ ഡിസ്ക്രിപ്ഷൻ. ടേബിൾ ടാഗ്. അപ്പോൾ നമുക്ക് ടേബിൾ ടാഗിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഫോക്കസ് പോയിൻറ്റിൽ ആട്രിബ്യൂട്ട്സായിട്ട് പ്രത്യേകം പറയുന്നില്ലെങ്കിലും അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക്. കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്. ഇതൊക്കെയാണ് ഇതിലെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സെൽ പാഡിങ് എന്ന് സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2 സെല്ലുകൾ തമ്മിലുള്ള അകലം. 2 സെല്ലുകൾ തമ്മിലുള്ള അകലമാണ് സെൽ സ്പേസിംഗ്. സെൽ പാഡിങ് എന്ന് പറഞ്ഞാൽ സെല്ലിലെ കണ്ടൻറ്റും ബോർഡറും തമ്മിലുള്ള അകലമാണ് സെൽ പാഡിങ്. ചിലപ്പോൾ അത് ഒരു പക്ഷേ അത് ചോദിച്ചേക്കാം. TR എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൻ്റെ ഓരോ റോയും സൂചിപ്പിക്കുകയാണ് TR. TH എന്ന് പറഞ്ഞാൽ ടേബിളിൽ ഒരു ഹെഡിങ് കാണും. ആ ഹെഡിങ്ങിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ THൽ കൊടുക്കുക. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡേറ്റ. ടേബിളിലെ ഓരോ ഡേറ്റയെ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് മാത്രം നമുക്കിവിടെ നിർത്താം. ടേബിൾ ബോർഡർ ഈക്വൽ ടു 1,
ഒന്നാമത്തെ റോയിൽ റോൾ നമ്പറും നെയിമും വരണം. അത് ടേബിളിൻ്റെ ഹെഡിങ് ആണ്. ഈ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. ആ റോ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ റോ ആരംഭിച്ചു. അതിനകത്തിലെ ടേബിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ 1. അടുത്തത് അലിയ, രണ്ടാമത്തെ റോ അവസാനിച്ചു. മൂന്നാമത്തെ റോ TD 2, TD അരുൺ, മൂന്നാമത്തെ റോയും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒത്തിരി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിനകത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു അട്രിബ്യൂട്ടാണ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ. കോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ 2 കോളം സ്പാൻ ചെയ്ത് ഒന്നാകുന്നതാണ് കോൾ സ്പാൻ. ഒരു ടേബിളിലെ 2 റോ സ്പാൻ ചെയ്ത് ഒന്നാകുന്നതാണ് റോ സ്പാൻ. അതാണ്ട് ഇവിടെ നോക്കി, ഇത് കണ്ടാൽ മനസ്സിലാകും. ആദ്യത്തെ ലൈൻ 3 കോളം ആകേണ്ടിയിരുന്നത് സ്പാൻ ചെയ്ത് ഒന്നായി. അതുകൊണ്ടാണ് TH കോൾ സ്പാൻ = 3 നാം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഇയർ എന്ന് എഴുതിയിരിക്കുന്നതിൽ 2 റോ ആകേണ്ടിയിരുന്നത് സ്പാൻ ചെയ്ത് ഒന്നായി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, TH റോ സ്പാൻ = 2 ഇയർ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് റോ സ്പാനും കോൾ സ്പാൻ തമ്മിലുള്ള ഒരു വ്യത്യാസം. നിങ്ങളുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻപുട്ട് കൺട്രോൾസ് ഇൻ ഫോമിലേക്ക് പോവുകയാണ്. ഫോമാണ് നമുക്ക് അടുത്തത് പഠിക്കേണ്ടത്. ടേബിൾ അപ്പോൾ അത്രയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഇനി നമുക്ക് ഫോം. എന്തിനാണ് HTML ഫോം ഉപയോഗിക്കുന്നത്? HTML ഫോം ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ധാരാളം ഓൺലൈൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏകജാലക സംവിധാനം തന്നെ ഒരു ഓൺലൈൻ ഫോമായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു അല്ലേ? നിങ്ങളുടെ പേര്, സെക്സ്, മാർക്ക് ഇതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിന് ഓരോ കൺട്രോൾസ് വേണം. അതിനെയാണ് ഇൻപുട്ട് കൺട്രോൾസ് എന്ന് പറയുന്നത്. എ ഫോം ടാഗ് പ്രൊവൈഡ്സ് എ കണ്ടെയ്നർ ഫോർ ക്രിയേറ്റിംഗ് ഫോം. അതിനുപയോഗിക്കുന്ന ടാഗ് ഫോം എന്ന് തന്നെയാണ്. അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റാണ്. അതിൻ്റെ ഇൻപുട്ട് ടാഗുകളെ പറ്റിയാണ് നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ ഇനി പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിൽ ഉള്ളത് ഈ ലിസ്റ്റിംഗ് ആൻഡ് യൂസ് ഓഫ് ഇൻപുട്ട് കൺട്രോൾസ്. കോഡിംഗ് ക്വസ്റ്റ്യൻസ് മേ ഫോക്കസ് ഓൺലി ഓൺ സിമ്പിൾ ലിസ്റ്റ് ആൻഡ് സിമ്പിൾ ടേബിൾസ്. അപ്പം ഇതാണ് നമുക്ക് പറയുന്നത് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിൻ്റെ കുറേ അട്രിബ്യൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ നമുക്ക് അതിനകത്തിലെ ചില ഇൻപുട്ട് കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടാം. ഒന്ന്, ഇതിൻ്റെ അട്രിബ്യൂട്ട്സ് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ കുറേ ലൈൻസ് വേണം. അപ്പോൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ കുറേ ലൈൻസ് നമുക്ക് വേണമെങ്കിൽ അത് ടെക്സ്റ്റ് ഏരിയയ്ക്കകത്തിൽ കൊടുക്കണം. കുറേ എണ്ണം ഇവിടെ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ ഈ നെയിമിൻ്റെ അവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. നമുക്കൊരു അവസരമുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് നെയിം = ഫസ്റ്റ് നെയിം കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് അട്രിബ്യൂട്ടാണ്, ടെക്സ്റ്റ് വരുന്നതാണത്. ഇതും അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇത് സെക്സ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ബട്ടണാണ്. ഇത് ചെക്ക് ബോക്സാണ് ഹോബീസ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. ഇതാണൊരു ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. കുറേ ലൈൻസ് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. സെലക്ട് ടാഗുണ്ട്. സെലക്ട് ടാഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണത്തിൽ നിന്ന് നമുക്ക് 1-2 എണ്ണത്തിന് സെലക്ട് ചെയ്യാനൊരു പ്രൊവിഷനുണ്ട്. അതിനാണ് സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തേനകത്തിൽ ടെക്സ്റ്റ്, അത് നമുക്കിവിടെ നോക്കാം. എന്താ വന്നിരിക്കുന്നത്? ഇൻപുട്ട് ടൈപ്പ് = ടെക്സ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ലെങ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നെയിം എൻ്റർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതും ടെക്സ്റ്റാണ്. മൂന്നാമത്തെ എഴുതിയിരിക്കുന്നത് സെക്സ് എഴുതിയിരിക്കുന്നത് എന്താണ്? സെക്സ് എഴുതിയിരിക്കുന്നത് ടൈപ്പ് = റേഡിയോ ബട്ടണാണ്. അടുത്തതും റേഡിയോ ബട്ടണാണ്. ഇനി നാഷണാലിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? നാഷണാലിറ്റി ഇതെവിടെ കിടന്നുണ്ട്? നേറ്റിവിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് ടൈപ്പ് = ടെക്സ്റ്റ്. അപ്പം ഓരോന്നും എഴുതാൻ പറ്റും നമുക്ക്. ചെക്ക് ബോക്സാണ് ഹോബീസ് എഴുതിയിരിക്കുന്നത്. ചെക്ക് ബോക്സ് ഹോബീസ് എഴുതിയിരിക്കുന്നു, ചെക്ക് ബോക്സ് എഴുതിയിരിക്കുന്നു. ഇത് ടെക്സ്റ്റ് ഏരിയ ആണ്. എന്നിട്ട് സബ്മിറ്റ്, ഫോം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ പറ്റും. അപ്പോൾ ഇപ്രകാരമാണ് ഫോം എന്ന് പറയുന്നത്. നമുക്കൊരു ഫോം എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻ്റർ ചെയ്തിട്ട് അത് സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. അതാണ് ഈ ഫോമിൻ്റെ ഉപയോഗം. ടു ക്രിയേറ്റ് ഫോമാണ് ഫോം. ഫോമിൻ്റെ പ്രധാനപ്പെട്ട ചില അട്രിബ്യൂട്ട്സാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അല്ലെങ്കിൽ ടാഗുകളാണ്. ഫോം സബ്മിഷൻ ഇത്ര അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെർവറിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അത് നിങ്ങൾ പഠിക്കുക. എന്തൊക്കെ അട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുള്ളതും ടാഗുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും പ്രധാനമായിട്ടും ഇതിനകത്തിൽ പഠിക്കുക. ഇതിനകത്തിൽ പിന്നെ ചെറിയ പ്രോഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലിസ്റ്റിൻ്റെയും ടേബിളിൻ്റെയും ചെറിയ പ്രോഗ്രാംസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. കോഡിംഗ് ക്വസ്റ്റ്യൻസ് മേ ഫോക്കസ് ഓൺലി ഓൺ സിമ്പിൾ ലിസ്റ്റ് ആൻഡ് സിമ്പിൾ ടേബിൾ.
അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ടേബിൾ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, വലിയ ടേബിളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഇത് ഇപ്രകാരമുള്ള ഒരു ടേബിളിൻ്റെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ടേബിളിനകത്താണെങ്കിൽ ടേബിൾ TR, TH, TD ഇത്രയും 3 ടാഗുകളുണ്ട്. ഉള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലിസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റുണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റുണ്ട്, അതോടൊപ്പം തന്നെ ഡെഫിനിഷൻ ലിസ്റ്റുണ്ട്. 3 തരത്തിലുള്ള ലിസ്റ്റാണ്. ഇത് 3 കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് UL ഉണ്ട്, അതാണ് അത്രയും വന്നിരിക്കുന്നത്. UL നമ്പർ കൊടുത്തിട്ടുണ്ട് 1, 2, 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അതിനകത്തിൽ വീണ്ടും ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ് കൊടുത്തിരിക്കുന്നു, ഔട്ട്പുട്ട് ഡിവൈസ് കണ്ട UL-നകത്തിൽ വീണ്ടും സ്ക്വയർ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ സ്ക്വയറാണ്. മൂന്നാമത്തേനകത്ത് വന്നപ്പോൾ അത് സർക്കിളാണ്. അപ്പോൾ ഇതൊരു ലിസ്റ്റാണ്. ഇത്തരത്തിൽ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളൊരു സിമ്പിൾ ലിസ്റ്റ് പഠിച്ചാൽ മതി. ഓരോ ഐറ്റത്തിൻ്റെ ഞാൻ പറഞ്ഞു, ഓർഡേർഡ്, അൺഓർഡേർഡ്, ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ ലിസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ലിസ്റ്റുകൾ, ടേബിൾ, ഫോംസ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ആ 3 കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുക, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാ പോർഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് പൂർണ്ണമായിട്ടും കാണേണ്ടവർക്ക് അത് കാണാം. ഇത് പരീക്ഷാ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ലിങ്കും ടെലിഗ്രാം ലിങ്കും ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ക്വസ്റ്റ്യൻസും മലയാളത്തിലുള്ള നോട്ട്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.